സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസിന്റെ സുപ്രധാനമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഫ്രാൻസിന്റെ ഈ നിർണായക നീക്കം. ഇതോടെ G7 രാജ്യങ്ങളിൽ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി മാറുകയാണ് ഫ്രാൻസ്. മധ്യപൂർവ്വദേശത്ത് നീതിയുക്തവും സ്ഥിരതയുമുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ചരിത്രപരമായ പ്രതിബദ്ധതയ്ക്ക് ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ വാക്കുകൾ. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബ്രിട്ടൻ അടക്കമുള്ള സഖ്യരാജ്യങ്ങളുടെ എല്ലാം കടുത്ത എതിർപ്പിനെ അതിജീവിച്ചാണ് ദ്വിരാഷ്ട്രമെന്ന, അതായത് രണ്ട് രാഷ്ട്രമെന്ന പരിഹാരത്തെ അംഗീകരിച്ചുള്ള ഫ്രാൻസിന്റെ ഈ മുന്നോട്ടു പോക്ക്. ഫ്രാൻസിന്റെ ഈ തീരുമാനം ധാർമ്മികവും രാഷ്ട്രീയപരവും തന്ത്രപരവുമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പലസ്തീനെ രാഷ്ട്രമായി ഫ്രാൻസ് അംഗീകരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇസ്രയേലിന്റെ ക്രൂരതയെ വിമർശിക്കുന്ന ചെറു രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഹേഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന തീരുമാനമാണ് ഫ്രാൻസിൻ്റേത് എന്നും പറയാം. ഫ്രാൻസിന്റെ ചുവട് പിടിച്ച് കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് മുന്നോട്ട് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം എന്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതെന്ന് പരിശോധിക്കാം. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് അയച്ച ഒരു പൊതുകത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രതിബദ്ധതകൾ കണക്കിലെടുത്ത് ഞാൻ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പോകുമ്പോൾ ഫ്രാൻസ് പലസ്തീനെ ഒരു രാജ്യമായി പൂർണ്ണമായി അംഗീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇത് മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്രയേലിൽ നിന്ന് ഉടനടിയുള്ള എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് അറിയാം. പലസ്തീനെ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. മറ്റ് സഖ്യരാജ്യങ്ങളെ അതിന് പ്രേരിപ്പിക്കുമെന്നും മാക്രോൺ വ്യക്തമാക്കുന്നു. ഇതോടെ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ പാശ്ചാത്യ രാജ്യമായി ഫ്രാൻസ് മാറുകയാണ്. നേരത്തെ തന്നെ ഇസ്രയേൽ പലസ്തീൻ ദ്വിരാഷ്ട്രമെന്ന പരിഹാര നിർദ്ദേശത്തിന് ഒപ്പം നിന്ന രാജ്യമാണ് ഫ്രാൻസ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത മുസ്ലിം സമൂഹങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് ഫ്രാൻസ് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഉറപ്പായും ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത രോഷത്തിലാണ് ഇസ്രയേൽ. മാക്രോണിന്റെ നീക്കം ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നതും മറ്റൊരു ഇറാനിയൻ പ്രോക്സിയെ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂട്ടുന്നതുമാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമർശനം. പലസ്തീൻ രാഷ്ട്രം ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ലോഞ്ച് പാഡായി മാറും. പലസ്തീനികൾ ഇസ്രയേലിനൊപ്പം ഒരു രാഷ്ട്രം ആഗ്രഹിക്കുന്നില്ല, അവർ ഇസ്രയേലിന് പകരം ഒരു രാഷ്ട്രമാണ് തേടുന്നത് എന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഫ്രാൻസിന്റെ നീക്കം ഇസ്രയേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കും, നിലനിൽപ്പിനെ അപകടപ്പെടുത്തും, അതുകൊണ്ട് പലസ്തീൻ സ്ഥാപിക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ല എന്നാണ് കാറ്റ്സിന്റെ പ്രസ്താവന. ഫ്രാൻസിന്റെ നീക്കം കനത്ത തിരിച്ചടിയാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് എന്നത് ഈ പ്രസ്താവനകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യുയിൽപ്പെട്ട ഒരു വലിയ രാഷ്ട്രം പലസ്തീനെ അംഗീകരിച്ച് രംഗത്ത് വരുന്നത് എന്നത് നെതന്യാഹുവും സംഘത്തിനും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പലസ്തീനെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ഏതൊരു നടപടിയും എതിർക്കുമെന്നാണ് കഴിഞ്ഞ ജൂണിൽ ട്രംപ് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാക്രോണിന്റെ പുതിയ പ്രഖ്യാപനത്തെ അമേരിക്ക കടുത്ത രോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നും സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. ഇത് ഒക്ടോബർ 7 ഇരകളോടുള്ള അവഹേളനമാണെന്നും റൂബിയോ എക്സിൽ കുറിച്ചു. അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ എതിർപ്പിനെ അതിജീവിച്ചാണ് മാക്രോണിന്റെ ഈ നീക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രൂരമായ വംശഹത്യയുടെ ഇടയിലാണ് ഫ്രാൻസ് നിർണായക പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വികസിത സമ്പദ് വ്യവസ്ഥകളുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഫ്രാൻസിനെ കൂടാതെ ഈ കൂട്ടായ്മയിലുള്ളത്. അതുകൊണ്ട് തന്നെ G7 നിന്ന് പലസ്തീൻ പിന്തുണയുമായി ഫ്രാൻസ് രംഗത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന ചലനങ്ങളും വലുതാണ്. നിലവിൽ 193 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളിൽ 147 രാജ്യങ്ങളും ഔദ്യോഗികമായി പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഫ്രാൻസ് സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിച്ച് പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഇതോടെ പാരീസിൽ പലസ്തീൻ എംബസി നിലവിൽ വരും. അതോടെ പലസ്തീൻ രാഷ്ട്രത്തിന്റെ ആഗോള നിയമസാധുത കൂടും. മാക്രോണിന്റെ നീക്കം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്.
പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും പാലസ്തീനോടുള്ള നയത്തിൽ മാറ്റം വന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. സ്പെയിൻ, അയർലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ പലസ്തീനെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. മാത്രമല്ല ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രങ്ങളുമാണ്. ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധങ്ങൾ നിർത്തിവച്ചിരിക്കുന്ന ബ്രിട്ടൻ പലസ്തീൻ വിഷയത്തിൽ പുനരാലോചന നടത്താൻ സാധ്യതയുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഗാസയിലെ ക്രൂര നടപടികളിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായുള്ള അസോസിയേഷൻ കരാർ റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുള്ളത്. ഇതിനായുള്ള 10 രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ EUവിന്റെ പരിഗണനയിലുമാണ്. ആ സാഹചര്യത്തിൽ ഫ്രാൻസിനെ പോലെ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യം ഇസ്രയേലിനെതിരെ കരുത്തുറ്റ നിലപാടുമായി രംഗത്തു വരുന്നത് EU നയങ്ങളിൽ വലിയ സ്വാധീനം തന്നെ ഉണ്ടാക്കും, അക്കാര്യം ഉറപ്പാണ്. മറ്റൊരു കാര്യം, ഫ്രാൻസിന് നേരിടേണ്ടി വരുന്ന എതിർപ്പാണ്. യൂറോപ്യൻ ശക്തികളിൽ നിന്നും G7 കൂട്ടാളികളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഫ്രാൻസ് നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് ജർമ്മനി, ഇറ്റലി, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്. ഫ്രാൻസിന്റെ തീരുമാനം വൈകിപ്പിക്കാൻ കാനഡയും ബ്രിട്ടനും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സമ്മർദ്ദം കാരണമാണ് ഈ മാസം നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ കോൺഫറൻസിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുന്നതിൽ നിന്ന് മാക്രോൺ പിന്മാറിയത്. പശ്ചിമേഷ്യ വിഷയം ചർച്ച ചെയ്യാനാണ് ഈ കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത്, അക്കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മാക്രോൺ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനം ബ്രിട്ടനും കാനഡയ്ക്കും വലിയ തിരിച്ചടിയാണ്. അപ്പോഴും ഫ്രാൻസിന്റെ ചുവട് പിടിച്ച് ഇവരും, അതായത് ബ്രിട്ടനും കാനഡയും നീങ്ങുമോ എന്നുള്ളതും നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. മാത്രമല്ല അറബ് ലോകവുമായും ഇറാനുമായും കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ മാക്രോൺ ആഗ്രഹിക്കുന്നുവെന്നും വിലയിരുത്തലുണ്ട്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അതിനുള്ള വിശാലമായ സാധ്യതയാണ് മാക്രോണിന് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കൂടാതെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഫ്രഞ്ച് പ്രതിനിധികളുമായി തുർക്കിയിൽ ചർച്ച നടത്തുന്നുമുണ്ട്. മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറാൻ കൂടിക്കാഴ്ചയ്ക്ക് പദ്ധതിയിടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഫ്രാൻസിന്റെ പുതിയ നീക്കം അതിനിർണായകവും ചില ഗതിമാറ്റങ്ങളുടെ സൂചനയുമാണ്. ഗാസയിലെ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ചില ചെറു നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നേ ഉള്ളൂ. ഇത്തരം നീക്കങ്ങളെ സംയോജിപ്പിക്കുന്നത് ആഗോള രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഹേഗ് ഗ്രൂപ്പാണ്. ദക്ഷിണാഫ്രിക്ക, ബൊളീവിയ, കൊളംബിയ, ക്യൂബ, ഹോണ്ടുറാസ്, മലേഷ്യ, നമീബിയ, സെനഗൽ തുടങ്ങിയ 8 രാജ്യങ്ങളാണ് ഹേഗ് ഗ്രൂപ്പിൽ നിലവിലുള്ളത്. പലസ്തീൻ വിഷയത്തിൽ നിരവധി കൂട്ടായ്മകളും ഈ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിൽ ചൈന, സ്പെയിൻ, ഖത്തർ തുടങ്ങിയ 30ഓളം രാജ്യങ്ങളുടെ യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. പലസ്തീൻ പ്രദേശങ്ങളുടെ പ്രത്യേക UN പ്രതിനിധി ഫ്രാൻസെസ്ക ആൽബനീസും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഹേഗ് ഗ്രൂപ്പിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് മാക്രോണിന്റെ പലസ്തീൻ രാഷ്ട്ര പിന്തുണ. ഇസ്രയേൽ ഇപ്പോഴും ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുകയുമാണ്. ഇസ്രയേൽ ഉപരോധത്തെ തുടർന്ന് പട്ടിണിയിലുമാണ് ഗാസ മേഖല. ഇതെല്ലാം ഫ്രാൻസിനൊപ്പം നിലപാട് സ്വീകരിക്കാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ നയതന്ത്ര തിരിച്ചടിയാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം. ഒപ്പം യൂറോപ്യൻ യൂണിയൻ ഉപരോധവും ഇസ്രയേലിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അമേരിക്കൻ പിന്തുണ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാക്രോണിന്റെ പ്രഖ്യാപനം അതിനിർണായകമാകുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.